ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹജ്ജിന്റെ കർമ്മങ്ങളും ഹജ്ജിന്റെ ഫളായിലുകളും ശ്രേഷ്ഠതകളൊക്കെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ മഹല്ലുകളിൽ നിന്നുമൊക്കെ ഹജ്ജിന് പോകുന്നവരോട് അവർക്കും നമ്മൾക്കും ചില കടമകളുണ്ട്. അവരോട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് നിർബന്ധമായിട്ടും നമ്മൾ പാലിക്കുകയും ചെയ്യണം. അവര് പോകുന്ന ഇടം എവിടെയാണ്, അവരെന്തിനു വേണ്ടിയാണ് അവിടെ പോകുന്നത്, അവരുടെ ലക്ഷ്യം എന്താണ്, അവർ നമ്മളിൽ നിന്ന് പോകുമ്പോൾ നാം അവരോട് പാലിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണ്. എല്ലാത്തിനും സമയങ്ങൾ അതിക്രമിച്ചു പോയി. ഇനിയും പോകാൻ കുറച്ച് ആളുകളുണ്ട്. അവരോടെങ്കിലും നമുക്ക് ആ കർമ്മങ്ങളും ഒക്കെ പാലിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും വലിയ മർമ്മപ്രധാനപരമായ ലക്ഷ്യം, അവര് ഹജ്ജിന് പോകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം അവരോട് ഒരേ ഒരു കാര്യം ചെയ്യാൻ പറയലാണ്. സാധാരണ ഹജ്ജിന് പോകുന്നവരോട് നമ്മൾ പറയും ദുആ ചെയ്യണമെന്ന്. യഥാർത്ഥത്തിൽ അള്ളാന്റെ റസൂല് ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂല് നമുക്കിത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉംറയ്ക്ക് പോകാൻ അനുവാദം ചോദിച്ചു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉംറയ്ക്ക് പോകുവാനായിട്ട് അനുവാദം ചോദിക്കാൻ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റളിയല്ലാഹു അൻഹു തന്നെ അത് പറയുകയാണ്. ഇസ്തഅൻതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഉംറതി. ഉംറയ്ക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നു. ഞാൻ അനുവാദം ചോദിച്ചു. ഫഅദിന ലി, എനിക്ക് അനുവാദം തന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. അതാണ് നമ്മുടെ ശ്രദ്ധേയമായ വിഷയം. ഉമർ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിക്കാമെന്ന് നബിയെ, ഞാൻ ഉംറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്, പോയിക്കോട്ടെയോ? മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളത്. അവിടെ നിന്ന് 450 കിലോമീറ്റർ പിന്നിട്ട് ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന് വരേണ്ടതുണ്ട്. അനുവാദം ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തൻസാനാ യാ ഉഖയ്യ മിൻ ദുആഇക. ഭയങ്കരമായൊരു വാക്കാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകുന്ന ഓരോരുത്തരോടും നാം പറയേണ്ട വാക്കാണ്. ലാ തൻസാനാ യാ ഉഖയ്യ. അഖി എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരൻ എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച വാക്ക് ഉഖയ്യ. അഖിന്റെ തസ്ഗീർ നിങ്ങൾക്ക് മനസ്സിലാകും. ഉഖയ്യ, എന്റെ കുഞ്ഞു സഹോദരാ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഏത് റസൂലുള്ളായ? ആകാശത്തിലോട്ട് തന്റെ തിരുകരങ്ങൾ ഉയർത്തിയാൽ അപ്പോഴേ ജിബ്രീൽ പറന്നിറങ്ങുന്ന അല്ലാഹുവിന്റെ റസൂല് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ തൻസാന, മറന്നു പോകല്ലേ യാ ഉഖയ്യ, അല്ലയോ എന്റെ കുഞ്ഞു സഹോദരാ, മിൻ ദുആഇക, നിന്റെ ദുആയിൽ ഈ മുഹമ്മദിനെ നീ മറന്നു പോകല്ലേ. ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം ഗൗരവം അതിനുണ്ട് സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കണം. വേറൊരു റിവായത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അശ്രിക്നാ യാ ഉഖയ്യ മിൻ ദുആഇക, നിന്റെ ദുആയിൽ എന്നെ നീ ഒന്ന് പങ്കാളിയാക്കണേ. നീ ദുആ ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടി നീ എന്തെല്ലാം ദുആ ചെയ്യുമോ? അശ്രിക്നാ, നീ സ്വർഗം ചോദിക്കുമ്പോ എന്റെ മുത്തുനബിക്കും കൂടി സ്വർഗം കൊടുക്കണേ എന്ന് നീ ദുആ ചെയ്യണമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ സഹോദരങ്ങളെ, ഗൗരവപൂർവ്വം ഹജ്ജിന് പോകുന്ന ഓരോ ഹാജിമാരോടും അവർ പരിചയമുണ്ടാകട്ടെ. പരിചയമില്ലായിരിക്കട്ടെ, ഹാജിയാണെന്ന് മനസ്സിലായോ? അവരെ കൈയൊന്ന് പിടിക്കണം. കാരണം അവർ പോകുന്ന ഇടം എവിടെയാണ്? അവര് പോകുന്ന ഇടം എവിടെയാണ്? ഹാജിമാര് പോകുന്ന ഇടം എവിടെയാണ്? എവിടെ ദുആയുണ്ടോ പ്രപഞ്ചത്തിൽ ദുആയുടെ ഒരു പ്രഹസനം, ദുആയുടെ വല്ലാത്തൊരു ആത്മീയമായ നിർവൃതി, ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ണുനീര് ഒഴുകുന്നത്
അത് പരിശുദ്ധ മക്കയിലാണ് സഹോദരങ്ങളെ. കഅബയുടെ കില്ല നനയുന്ന, മത്താഫ് നനയുന്ന, കണ്ണുനീരുകൊണ്ട് കഅബാലയത്തിന്റെ കില്ലകൾ നനയുന്ന, യഥാർത്ഥത്തിൽ കഅബാലയം കഴുകുന്നത് അതവിടത്തെ അത്തരം സുഗന്ധങ്ങളും കൊണ്ടല്ല കഅബാലയം കഴുകുന്നത്. കഅബാലയം കഴുകുന്നത് ഹാജിമാരും ഉംറ ചെയ്യുന്നവരുടെയും കണ്ണുനീര് കൊണ്ടാണ്. അവിടെ ദുആ മാത്രമാണ്, ഒരു ദുആ മൂലമാണ് കഅബാലയം ഉയർന്നു വന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ കൊണ്ടാണ് കഅബാലയം ഭൂമിയിൽ വന്നത്. തെറ്റ് ചെയ്തു പോയല്ലോ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, തെറ്റ് ചെയ്തു പോയി, പാപം ചെയ്തു പോയി. അല്ലാഹ് ഫഗ്ഫിർ ലനാ, പൊറുത്തു തരണേ അല്ലാഹ്, പൊറുത്തു തരാം. കഅബാലയം പുനർനിർമ്മാണം നടത്ത്. കഅബാലയം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പണിയുന്നതിന് മുമ്പേ ദുആ ഉണ്ടായിരുന്നു. കഅബാലയം പണിഞ്ഞതിന് ശേഷമോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൂടി കഅബാലയം നിർമ്മിച്ചു. ഇന്ന് പ്രപഞ്ചത്തിൽ ഉയരുന്ന ഏറ്റവും വലിയ ദുആ ഉത്ഭവം കഅബാലയമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 127-ാമത്തെ ആയത്ത്, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കഅബാലയത്തിന്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായി, എല്ലാം പരിപൂർണമായി. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കഅബാലയം നിർമ്മിച്ചു. ദുആ ചെയ്യുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്, ഇന്നക അൻതസ് സമീഉൽ അലീം, നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഞങ്ങളെ ദുആ കേൾക്കാൻ നീ അല്ലാതെ വേറെ ആരുണ്ട്? നീ പറഞ്ഞു, ഞങ്ങൾ ചെയ്തു. സഹോദരങ്ങളെ, എവിടെ പോയി ദുആ ചെയ്താലും എങ്ങനെയൊക്കെ ദുആ ചെയ്താലും ദുആ ചെയ്താൽ പോരെ? വീട്ടിൽ ഇരുന്നാലും നമ്മൾ പറയുമല്ലോ, ഖബറിന്റെ അടുത്ത് പോയി ദുആ ചെയ്യണതിനാ, വീട്ടിൽ ദുആ ചെയ്താൽ പോരെ? അല്ലാഹു കേൾക്കൂലേ? കേൾക്കും. എന്നാ പിന്നെ പള്ളി വരേണ്ട കാര്യമില്ലല്ലോ. ഓരോ സ്ഥലത്തിനും പ്രത്യേകതയുണ്ട്. നിങ്ങളെ വീടിനേക്കാൾ പ്രത്യേകതയുണ്ട് പള്ളിക്ക്. വീട്ടിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന്റെ കൂലി മാത്രമാണ്. ജുമുഅയ്ക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ 27 ഇരട്ടി പ്രതിഫലമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഓരോ സ്ഥലത്തിനും പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ. എന്താ കഅബയുടെ പ്രത്യേകത? കഅബാലയം എന്ന് പറഞ്ഞാൽ മുഴുവനും ദുആ സ്വീകരിക്കപ്പെടുന്ന സ്ഥലമാണ്. ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് 15 സ്ഥലങ്ങൾ കഅബാലയത്തിലേക്ക് കത്തയച്ചു. അവിടുത്തെ ഇമാമികൾ കത്തയച്ചു. 15 സ്ഥലങ്ങളോളം എണ്ണി പറഞ്ഞു, ഇവിടേക്ക് ദുആക്ക് ഇജാബത്തുണ്ട്. എത്ര സ്ഥലങ്ങൾ? 15 സ്ഥലങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞ സ്ഥലങ്ങൾ തന്നെ ധാരാളമുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹാജിമാര് പോകേണ്ടത്. ഇവിടെയാണ് നമ്മുടെ ഹജ്ജമ്മമാര് പോകുന്നത്. അല്ലാഹു അവന്റെ കഅബയാക്കിയത് ഈ ലോകത്തുള്ള ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. കഅബാലയമില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. നമ്മുടെ സന്തുലനാവസ്ഥ, ഇക്വിലിബ്രിയം, നമ്മൾ നിലനിന്നു പോകുന്ന ഈ പ്രതിഭാസങ്ങൾ തകർന്നു പോകും. കഅബാലയമാണ് നമ്മുടെ പ്രതിച്ഛായ. കഅബാലയമില്ലെങ്കിൽ ഭൂമിയില്ല. ഭൂമിയുടെ ആണിക്കല്ല് കഅബാലയമാണ്. ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാം ഖിയാമൽ ലിന്നാസ്. ജനങ്ങൾക്ക് മുഴുവനും, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, അള്ളാഹനെ വിശ്വസിക്കുന്ന നമ്മൾക്ക് മാത്രമല്ല, ഭൂമിയിലെ മുഴുവൻ ജനങ്ങൾക്ക്. അത് കഅബാലയം ഇല്ലെങ്കിൽ തകർന്നു പോകും. കഅബാലയം നിന്നില്ലാതാകുമോ അന്ന് ലോകം അവസാനിക്കും. കഅബാലയം പൊളിക്കപ്പെടുമല്ലോ. കഅബാലയത്തിന്റെ ഓരോ കല്ലും ഇളക്കി ജിദ്ദയിൽ നിൽക്കുന്നത് വരെ, ജിദ്ദയിൽ വരെ ഓരോ കല്ലുകളും മാറ്റി 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 കൈമാറ്റി കൈമാറ്റി കടൽ, ജിദ്ദയുടെ കടൽ വലിച്ചെറിയുമല്ലോ. അത് ഖിയാമത്ത്, അത് തീർന്നു ലോകം. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു പറഞ്ഞു. സഹോദരങ്ങളെ, കഅബയില്ലെങ്കിൽ ഈ ഭൂമുഖത്ത് കരുണയില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് വേണോ? കഅബ വേണം. ഈ കഅബാലയത്തിലാണ് നമ്മുടെ ഹാജിമാര് പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്ന ലില്ലാഹി ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ 20 വമിഅത റഹ്മാ തൻസിലു ഹാദൽ ബൈത്ത്. നമ്മൾ ഈ മുള്ളൻകുന്ന് പള്ളിയിൽ നിന്ന്
അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ എത്രയോ മൈലുകൾക്കപ്പുറമുള്ള കഅബയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ആ കഅബയില്ലെങ്കിൽ പിന്നെ എവിടെ നോക്കിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്? ആ കഅബാലയമില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ഖബറടക്കുന്നത്? ആ കഅബാലയമില്ലെങ്കിൽ എവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ അഭയത്തിന് വേണ്ടി ഒന്ന് കടന്നു ചെല്ലുന്നത്? 120 കാരുണ്യം രാവും പകലുമായിട്ട് ആകാശ ലോകത്ത് നിന്ന് കഅബാലയത്തിലേക്ക് അല്ലാഹു ഇറക്കുന്നുണ്ട്. അതിൽ 60 കരുണ തവാഫ് ചെയ്യുന്നവർക്കാണ്. 60ഓളം കരുണ കഅബാലയത്തെ വലയം ചെയ്യുന്നവർക്ക്. ഈ കഅബാലയത്തിന്റെ നേരെ മുകളിൽ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന ഒരു മഹാഗേഹമുണ്ട്. ഇവിടെ മനുഷ്യന്മാര് തവാഫ് ചെയ്യുന്നത് പോലെ അവിടെ അള്ളാഹുവിന്റെ മാലാകമാരിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ മനസ്സിലാക്കണം, സഹോദരങ്ങളെ 60 കരുണ തവാഫ് ചെയ്യുന്നവർ, അവന്റെ കഅബയെ വലയം ചെയ്യുന്നവർ, 40 കരുണ അല്ലാഹു കൊടുക്കുന്ന അവിടെ നിസ്കരിക്കുന്നവർക്ക്, 20 കരുണ ആ കഅബാലയത്തെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ അവിടെയാണ് കല്ലുള്ളത്. സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ ഒരു കല്ല് കഅബാലയത്തിലുണ്ട്. സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ഇറക്കി കൊടുത്ത കല്ല്. എന്താണ് ആ കല്ലിന്റെ പ്രത്യേകത? നമ്മളെല്ലാവരും നമ്മിൽ പലരും ആ കല്ല് കണ്ടവരാ. എന്താണ് ആ കല്ല് അങ്ങനെ ആവാൻ കാരണം? എന്താ? കല്ല് കറുപൂറായിരിക്കും. കഅബാലയത്തിന്റെ കില്ലയുടെ അതേ കറുപ്പ് ആ കല്ലിലുണ്ടാവും. എങ്ങനെയായിരുന്നു ആ കല്ല്? അവന്റെ റസൂല് പറയുന്നു, നസലൽ ഹജറുൽ അസ്വദു, ഈ കറുത്ത കല്ല് ഇറക്കി മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ഇറക്കിയ കല്ലാണ്. അത് സ്വർഗത്തിലെ കല്ലാണ്. എങ്ങനെയെന്നറിയോ ആ കല്ലിരുന്നത്? വഹുവ അശദ്ദു ബയാദാ മിനൽ ലബനി, പാലിനേക്കാൾ വെളുത്ത കളറായിരുന്നു ആ കല്ലിന്. എന്തുമാത്രം വെറും വെളുപ്പല്ല, പാലിനേക്കാൾ വെളുത്ത നിറമായിരുന്നു ആ കല്ലിന്. കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന കല്ല്. കണ്ടവർ വീണ്ടും കാണാൻ കൊതിക്കുന്ന കല്ല്. അങ്ങനെയായിരുന്നില്ല സഹോദരങ്ങളെ. എങ്ങനെയാണ് അത്ര കറുപ്പായത്? എങ്ങനെയാണ് ഇത്ര കറുത്ത് കരിക്കട്ട പോലെ ആയത്? അതിനെ കറുപ്പിച്ച് കളഞ്ഞത് ഖത്തായാ ബനി ആദമ, മനുഷ്യന്റെ ആദമിന്റെ സന്തതികളുടെ പാപമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ ചെയ്ത പാപം അതാ കല്ല് ഏറ്റെടുക്കുന്നു. അവിടെ ചെന്ന് മുത്തുമ്പോ, ഹൃദയം ചേർത്ത് വെക്കുമ്പോ നമ്മുടെ പാപങ്ങൾ ആ കല്ലേറ്റെടുക്കുന്നു. കറുത്ത് കരിക്കട്ട പോലെയായി കല്ല് പോലും ആവാഹിച്ചെടുക്കുന്ന പാപങ്ങൾ. അവിടെയല്ലാതെ പിന്നെ എവിടെയാണ് നമ്മുടെ പാപങ്ങൾ ഒന്ന് പുറത്തു കിട്ടുക? സഹോദരങ്ങളെ, കഅബാലയത്തിന്റെ ഒരു മൂലയിൽ 70 മലക്കുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എത്ര മലക്കുകൾ? 70 മലക്കുകൾ. കഅബാലയത്തിന്റെ ഒരു മൂലയിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ സ്ഥലങ്ങളിലാണ് നമ്മുടെ ഹാജിമാര് പോകുന്നത്. ഒന്ന് കൈ ഉയർത്തുമ്പോ ദുആ ചെയ്ത ഇന്നയാളെ അല്ലാഹ് നീ സ്വർഗത്തിലാക്കണേ എന്നെങ്ങാനും ദുആ ചെയ്ത് റബ്ബ് സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടില്ലേ സഹോദരാ? ഓരോ ഹാജിമാരെയും ചെന്നവരെ കൈപിടിച്ച് മുത്തിക്കെട്ടി പിടിച്ച് ദുആ ചെയ്യാൻ പറയണം നമ്മൾ. ഒരു മൂലയിൽ 70 മലക്കുകൾ. 70 മലക്കുകളെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ്? യഅനി അർ-റുക്നുൽ യമാനി, കഅബാലയത്തിൽ നിന്ന് യമന്റെ ഭാഗത്തുള്ള മൂലയ്ക്ക് പറയുന്നതാണ് റുക്നുൽ യമാനി. 70 മലക്കുകളാണ്, 70 മലക്കുകളാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫമൻ ഖാല, ഒരുവൻ അവിടെ ദുആ ചെയ്താൽ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത ദായിമ വൽ മുആഫാത ദായിമ ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൽ അഫ്വ വൽ ആഫിയ, എനിക്ക് പാപം പുറത്തു തരുന്നതിനെയും വിട്ടു പൊറുക്കുന്നതിനെയും ഞാൻ നിന്നോട് തേടുന്നു. ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. തവാഫ് ചെയ്യുന്നവർ ഇവിടെ എത്തുമ്പോഴാണ് ഈ ദുആ ചെയ്യേണ്ടത്. ഈ ഭാഗം എത്തുമ്പോഴാണ് ഈ ദുആ ചെയ്യേണ്ടത്. ശേഷം അവൻ ദുആ ചെയ്താൽ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
രക്ഷിതാവേ അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നല്ലത് തരണേ അല്ലാഹ് വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ നരകമോചനം തരണേ തമ്പുരാനെ എന്നൊരാൾ റുക്നുൽ യമാനിയിൽ ദുആയിരുന്നാൽ ഫഖാലു ആ മലക്കുകൾ 70 മലക്കുകൾ പറയും എത്ര ആമീൻ ഈ മനുഷ്യന്റെ ദുആ സ്വീകരിക്കണേ അല്ലാഹ് ഈ മനുഷ്യന്റെ ദുആ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് 70 മലക്കുകൾ ആമീൻ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹ് കല്ലിൽ മുത്തിയിട്ടുണ്ടെന്ന് സഹാബാക്കൾ അവിടെ എത്തുമ്പോൾ നമ്മളിങ്ങനെ അള്ളാന്റെ റസൂൽ കൈ ഇങ്ങനെ കാണിച്ച് ആംഗ്യം കാണിച്ചിട്ടുണ്ട് റസൂലുള്ളാഹ് എന്നിങ്ങനെ മുത്തിയിട്ടുണ്ടെന്ന് അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ നിരവധി ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഭയങ്കര ഇടമാണ് കഅബ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഹജ്ജിന് പോകുന്ന ആളെ അവന് ഏത് മനുഷ്യനായിക്കോട്ടെ, അവൻ ഇവിടെ എന്ത് തെറ്റ് ചെയ്തവനായിക്കോട്ടെ, പക്ഷെ അവൻ പോകുന്നത് അള്ളാഹുവിന്റെ അതിഥിയായിട്ടാണ്. അവനെ ബഹുമാനിക്കണം, അവനെ ആദരിക്കണം, അവനെ സ്നേഹിക്കണം, അവനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. നാഥനായ അല്ലാഹു തൗഫീഖ് തരട്ടെ. കഅബാലയത്തിന് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സ്ഥലം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സ്ഥലം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അൽ മുൽതസമു മൗളിഉൻ യുസ്തജാബു ഫീഹി മാ ദഅല്ലാഹു ഫീഹി അബ്ദുൻ ഇല്ല ഇസ്തിജാബഹാ. അവിടെ മുൽതസം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് സഹോദരങ്ങളെ. മുൽതസം എവിടെയെന്നറിയാം? എവിടെയാണ്? കഅബയുടെ ഹജറുൽ അസ്വദിന്റെയും മുൽതസം കഅബയുടെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് മുൽതസം. മുൽതസം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുക എന്നാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ ആളുകൾ അള്ളിപ്പിടിച്ച് കിടക്കുന്നത് കാണാം, അല്ലേ? ഇവിടെ അങ്ങനെ ഒന്ന് അവിടെ പോകാത്തവരൊന്ന് ലൈവ് എടുത്ത് നോക്കിയാൽ ഗൂഗിളിൽ ലൈവ് ഉണ്ടാവും, എപ്പോഴും യൂട്യൂബിൽ ലൈവ് ഉണ്ടാവും. അള്ളിപ്പിടിച്ചിങ്ങനെ കിടക്കണ കാണാം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ദുആ. അവിടെ ഒരാൾ അവന് മറുപടി കിട്ടാതെ മടങ്ങില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദുആ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. 2 കൈ ഇങ്ങനെ വെച്ച് നെഞ്ച് അതിനോട് ചേർത്ത് വയറും ചേർത്ത് ഇങ്ങനെ വലത്തെ കവിളിങ്ങനെ ചേർത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിരുന്നു ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഭയങ്കരമാണ് സഹോദരങ്ങൾ. അവരവിടെ പോയി ദുആ ചെയ്യുമ്പോ ഒരു ദുആ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എത്ര നഷ്ടമാണ്. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. 15 സ്ഥലങ്ങളാണ് ഹജ്ജിന്റെ എല്ലാ സ്ഥലങ്ങളും ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങൾ. ജംറകൾ, അറഫ, മുസ്ദലിഫ, മിന, സകല സ്ഥലങ്ങളും 15ഓളം സ്ഥലങ്ങൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, സഈ ചെയ്യുമ്പോ മഖാം ഇബ്രാഹിമിന്റെ അടുത്തെന്ന് വേണ്ട സകലമാന സ്ഥലങ്ങളിലും അല്ലാഹു ഇജാബത്ത് നൽകും എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കഅബ ശരീഫിന്റെ ഉള്ളിൽ ഒരാൾ ദുആയിരുന്നാൽ അവനും അതിന്റെ ഇജാബത്ത് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെയാ കഅബാലയത്തിന്റെ അകത്ത് കയറുക? അതിപ്പോ രാജാക്കന്മാർക്കും ഇവിടുത്തെ വലിയ പ്രമാണികൾക്കും ഇവിടുത്തെ വലിയ വലിയ കോടീശ്വരന്മാർക്ക് കയറാൻ പറ്റുള്ളൂ. നമുക്ക് ആഗ്രഹമുണ്ട് കയറാൻ, പക്ഷെ അവസരമില്ല. ഈ ആഗ്രഹം ആയിഷ ബീവിക്ക് ഉണ്ടായിരുന്നു, ഒന്ന് കഅബാലയത്തിന്റെ ഉള്ളിൽ കയറണമെന്ന്. റസൂലുള്ളാഹിനോടൊന്ന് പറഞ്ഞു, കുന്തു ഉഹിബ്ബു അൻ അദ്ഖുലൽ ബൈത, നബിയേ എനിക്ക് അതിന്റെ അകത്തൊന്ന് പ്രവേശിക്കണം നബിയേ, ഉസല്ലി ഫീഹി എനിക്ക് അവിടെ നിസ്കരിക്കണം യാ റസൂലല്ലാഹ്. ആഗ്രഹം പറഞ്ഞ ഭാര്യയുടെ തന്റെ പ്രിയതമയുടെ ആഗ്രഹം നിരാകരിക്കാതെ റസൂലുള്ളാഹി കൈപിടിച്ചു. ആയിഷ നിനക്ക് അതിന്റെ അകത്ത് ഞാൻ നിസ്കരിപ്പിക്കാം. കൊണ്ടുപോയി. എവിടെയാണ് കൊണ്ടുപോയത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഅദ്ഖലനി ഫിൽ ഹിജ്രി. ഹിജ്രി ഇസ്മാഈലിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണാം കഅബാലയത്തിന്റെ ഹജറുൽ അസ്വദിന്റെയും തൊട്ട് ബാക്കിലുള്ള ഭാഗത്ത് ഒരു വളയം അവിടെ കാണാം. ആ വളയത്തിന്റെ അകത്താണ് ഹിജ്റി ഇസ്മാഈൽ. അവിടെയാണ് ഹിജ്റുൽ ഇസ്മായിൽ ഉള്ളത്. അവിടെയാണ് മീസാബ് എന്ന് പറയുന്ന കഅബാലയത്തിൽ നിന്ന് വെള്ളം ഒലിച്ചു പോകുന്ന പാത്തിയുള്ളത്. അവിടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു ദുആയിരുന്നത്.
ആയിഷ ബീവിയെ കൊണ്ടകത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, സല്ലി ഫിൽ ഹിജ്രി, ഹിജ്റിൽ നീ നിസ്കരിക്കുക ആയിഷ. ഇദാ അറത്തി ദുഖൂലൽ ബൈതി, കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹിജ്റിൽ നീ നിസ്കരിച്ചോ ആയിഷ. ഫഇന്നമാ ഹുവ ഖിത്അത്തും മിനൽ ബൈതി, ഇത് കഅബാലയത്തിൽ പെട്ട ഭാഗമാണ് ആയിഷ. ഫഅഖ്റജൂഹു മിനൽ ബൈതി, ഈ ഭാഗം കഅബാലയത്തിന്റെ പുറത്താണെങ്കിലും കഅബാലയത്തിന്റെ പുനർനിർമ്മാണ വേളകളിൽ പൈസ തികയാതെ വന്നപ്പോൾ വളയം കെട്ടിവെച്ച് കഅബാലയത്തിന്റെ അകത്തുള്ള ഭാഗമാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അള്ളാന്റെ റസൂലിന്റെ ഈ ഹദീസ് വെച്ചിട്ടാണ് പ്രബലമാക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആകത്തുക നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അവിടെ ചെന്ന് ദുആ ചെയ്യുന്ന ആളുകളുടെ ദുആ അല്ലാഹു തള്ളു. അവൻ എത്ര കൊടും പാപിയാണെങ്കിലും, എത്ര കൊടും പാപിയാണെങ്കിലും, അറഫ മൈതാനത്ത് വെച്ച് ഒരുവൻ കരുതുകയാണ്, പടച്ചോനെ എന്റെ പാപം പൊറുക്കൂല അല്ലാ എന്നൊരുത്തൻ കരുതി പോയാൽ അവൻ ലോകത്തെ ഏറ്റവും വലിയ പാപിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെ വെച്ച് പാപം പൊറുക്കാത്ത ആരുമില്ല, ആരും ഉണ്ടാവില്ല സഹോദരങ്ങളെ. പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്ഥിരം ഉംറയ്ക്ക് പോകുന്നവരെയും സ്ഥിരം ഹജ്ജിന് പോകുന്ന നമ്മൾ കുറ്റം പറയണ്ട. അവന് വർഷ ഹജ്ജിന് പോകുന്നു, വർഷ അതവന് കിട്ടുന്ന ഭാഗ്യാണ്. പിന്നെ അവന് അതിലും വലിയ ഖൈറുണ്ടെന്ന് അവൻ മനസ്സിലാക്കുക. കാരണം ഈ പോകുന്നവന് വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹം. മദീനയുടെ കാര്യം പറയാറുണ്ട്, ധാരാളം പറയാറുണ്ട് മദീനയുടെ കാര്യം. പോകുന്നവൻ, ഇപ്പൊ ഞാനിപ്പോ ഒരു പ്രാവശ്യം കഅബാലയം കാണാൻ പോയാൽ പിന്നെ പടച്ചോനെ ഇനി എവിടെ പടച്ചോനെ കാണുന്നത്. കഅബാലയം വിട പറയണ ഒരു രംഗമുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞു പോയ രംഗമുണ്ട്. സഹോദരങ്ങളെ, ഇനി എന്നാണ് ഞാൻ കാണുക? അള്ളാഹു പോകാനും പോയവർക്ക് വീണ്ടും വീണ്ടും പോകാൻ നാഥനായ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഓരോ ഹാജിമാരെയും കാണുക, ക്യാമ്പിലൊക്കെ ഒന്ന് പോയി സന്ദർശനം നടത്തുക. പിന്നെ ഇപ്പൊ അടുത്ത വർഷം നെടുമ്പാശ്ശേരി ക്യാമ്പുണ്ടോന്ന് അറിയില്ല. അവിടെ പോണതിന്റെ വില അറിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മടിച്ചിവിടെ ഇരിക്കും. അവിടെ പോണം. എത്രയോ ഹാജിമാർ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന എത്രയോ മഹാന്മാർ അവിടെ വരുന്നുണ്ട്. അവരെ കൈ പിടിച്ചിട്ട് ദുആ ചെയ്യാൻ പറയുക. നമ്മൾ വലിയ ആളൊന്നുമല്ല, നമ്മൾ വലിയ ആളായിട്ട് എന്റെ ദുആ സ്വീകരിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കലല്ല. പാവ കൊച്ചുകുട്ടിയെ കണ്ടാലും പോലെ ദുആ ചെയ്യണമെന്ന് പറയും. റസൂലുള്ളാഹി പറഞ്ഞത് ആരോട്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്. സ്വാലിഹീങ്ങളെ കണ്ടാൽ അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക, ആലിമീങ്ങളെ കണ്ടാൽ അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. നല്ല മനുഷ്യന്മാരെയും സയ്യിദന്മാരെയും കാണുമ്പോൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. ആ ദുആ കൊണ്ടല്ലാതെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടാനാ സഹോദരങ്ങളെ? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് നമ്മൾ ദുആ ചെയ്യണ്ടെന്നല്ല, നമ്മൾ ദുആ ചെയ്യണ്ടെന്നേ അതിനർത്ഥമില്ല. പക്ഷേ മഹാന്മാർ, സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ, ദിക്റിലും ദുആയിലുമായി കഴിയുന്ന സാധുക്കളായ ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടാൽ ഒന്ന് ദുആ ചെയ്യണമെന്ന്, ആ ദുആ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട്. ഒരുപാട് ഉപദ്രവങ്ങൾ, തടസ്സങ്ങൾ, വിഷമങ്ങൾ നീങ്ങിക്കിട്ടും സഹോദരങ്ങളെ. ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ അള്ളാഹു മാറ്റിത്തരും. നിന്നെ അള്ളാഹു രക്ഷിക്കട്ടെ. ചില ആൾക്കാരും അച്ചിട്ട് പറയണ, ഈ അടുത്ത് മരണപ്പെട്ടു പോയ ശൈഖുന നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദ്, ഇത്രയോ അത്ഭുതങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിൽ. അള്ളാഹു നമുക്കതൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഈ വലിയ വലിയ മഹാന്മാരെ കാണുമ്പോൾ നമ്മുടെ പള്ളികളിൽ ജോലി ചെയ്യുന്ന ചെറിയ ചെറിയ ഉസ്താദന്മാർ അങ്ങനെയുണ്ട്. വലിയ വലിയ സയ്യിദന്മാരോടും തങ്ങന്മാരോടും അമേദ്യമായ ബന്ധമുള്ളവർക്ക് പള്ളിയിലെ ഉല്ലാക്കാനോട് ഉസ്താദിനോട് ചെറിയ ഞാൻ വലിയ ഉസ്താദ് അങ്ങനെയില്ല. പള്ളിയുടെ മൂലയിൽ ജോലിയെടുക്കുന്ന പാവപ്പെട്ടവനായിരിക്കും നീ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറം അല്ലാഹു സ്ഥാനം കൊടുക്കുന്നത്. ഒരാളെയും പുച്ഛിക്കാൻ പാടില്ല. പള്ളിയുടെ ഹൗദ് കഴുകുന്നവനായിരിക്കും ചിലപ്പോൾ പള്ളിയിലെ ഖത്തീബിനേക്കാൾ വിലയുള്ളത്. പടച്ചോന്റെ അടുക്കൽ അതൊക്കെ ഉള്ളത്. നമുക്കൊന്നും പറയാൻ പറ്റൂല. അമലുകൾ സ്വീകരിക്കപ്പോൾ കാണുമ്പോ വലിയ ആള് കുറെ ഭാഗത്ത് നിസ്കരിക്കുന്നു, സ്വീകരിക്കണ്ടേ സഹോദരങ്ങളെ? ഹജ്ജിന്റെ ഏറ്റവും വലിയ ആത്മാവ് അതല്ലേ? കഅബാലയം ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാറിപ്പോയോ? ഇല്ലല്ലോ. കൈ നീട്ടിയില്ലേ? റബ്ബനാ തഖബ്ബൽ മിന്നാ, സ്വീകരിക്കണേ അല്ലാ. പള്ളിയിലെ ഇമാമാണെങ്കിലും പള്ളി പരിപാലകരാണെങ്കിലും ഒരു കുടുംബനാഥനാണെങ്കിലും ഒരു കുടുംബനാഥയാണെങ്കിലും ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ചെയ്യുന്ന അമലിന്റെ പിന്നാലെ ദുആ ചെയ്തോളണം. അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ്. ജനങ്ങൾ നല്ലതാണോ മോശമാണോ പറയുന്നതിലല്ല കാര്യം, അല്ലാഹ് നീ സ്വീകരിക്കുന്നതിലാണെന്ന് നമ്മുടെ കൽബിലുണ്ടാകണം. ഈ പള്ളിക്കകത്തിരിക്കുമ്പോ, ഒരു സദസ്സിരിക്കുമ്പോ നമ്മുടെ ചിന്ത എന്തായിരിക്കണം? ഈ കൂട്ടത്തിൽ പാപി ഞാനാണ് അല്ലാഹ്,
പാപി ഞാനാണ് റബ്ബേ. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഈ ഉപദേശങ്ങൾ നൽകുമ്പോൾ ഞാൻ ചിന്തിക്കണം, എന്നേക്കാൾ നല്ലവരാണ് റബ്ബേ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ഇവരെ കാലൊക്കെ മോശമാണ് അല്ലാഹ്, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ റബ്ബ്. ഇതാണൊരു മുഅ്മിൻ. ഇങ്ങനെ ഒരു കൽബില്ലാതെ സ്വർഗം നമുക്ക് കണി കാണാൻ കഴിയില്ല സഹോദരാ. ഞാൻ വലുതെന്നുള്ള, ഞാനാണ് മഹാനെന്നുള്ള, ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ലെന്നുള്ള അധമമായ ചിന്തകൾ മാറ്റണം. ഹജ്ജ് തരുന്ന പാഠം അതാണ്. ഒന്നുമില്ലാത്തവനെ പോലെ സുഗന്ധം വേണ്ട, നല്ല നല്ല കോടിക്കണക്കിന് രൂപകൾ മുടക്കി മേടിച്ച വസ്ത്രങ്ങൾ വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. രണ്ടേ രണ്ട് തുണി, ഒരരമുണ്ടും ഒരു മേൽമുണ്ടും ധരിച്ചു പോകുന്ന ഹാജി, അവന് ലക്ഷ്യം സമ്പത്തല്ല, കുടുംബമല്ല, പ്രാരാബ്ദങ്ങളാണ്, വിഷമങ്ങൾ സഹിക്കാൻ. 5000 അതിൽ 10000 ലക്ഷക്കണക്കിന് ആളുകൾ ഒന്ന് തിരിയാൻ പോലും ഇടമില്ലാതെ കിടക്കാനാണ് പോകുന്നത്. ഏതുപേക്ഷിച്ച് 2 നില കെട്ടിടം ഇവിടെ ഉപേക്ഷിച്ചിട്ട്, സുഖമുള്ള കട്ടിലുകൾ ഉപേക്ഷിച്ചിട്ട് അവൻ പോകുന്നത് വെയിൽ കൊള്ളാനാണ്, ത്യാഗങ്ങൾ സഹിക്കാനാണ്, വിഷമങ്ങൾ അനുഭവിക്കാനാണ്. ഒരു വീട്ടിൽ ഓരോ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം, അങ്ങനെയുള്ളവൻ പോകുന്നതെന്ന് മൂത്രമൊഴിക്കാൻ കാത്തു നിൽക്കാനാണ്. ആണ് ഹജ്ജ് സഹോദരങ്ങളെ. സഹിക്കലാണ്, ത്യാഗമാണ്. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, മുത്തഖീങ്ങൾ, മുഖ്ലിസീങ്ങൾ എല്ലാം സഹിച്ചാതേ ത്യാഗം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ.